എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കലാഭവൻ നവാസ് അന്തരിച്ച വാർത്ത വളരെ ദുഃഖത്തോടു കൂടി കേട്ടു. മുഴുവൻ മലയാളികളുടെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഹൃദ്രോഗം അനുഭവിച്ചറിഞ്ഞ ഒരാളെ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ കാണുന്നവരോട് സൂചിപ്പിക്കണം. പതിവുള്ളതാ, പക്ഷേ ഈ അവസരത്തിൽ വീണ്ടും എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സഖാവ് VS അച്യുതാനന്ദൻ മരണപ്പെട്ടു. അന്ന് ദുഃഖമുണ്ടായിരുന്നെങ്കിലും ഇത്രയേറെ സങ്കടപ്പെടുത്തുന്ന സാഹചര്യമല്ലായിരുന്നു. കാരണം അദ്ദേഹം കുറച്ച് പ്രായമേറിയതിന് ശേഷമാണ്, കുറച്ച് ദിവസം രോഗശയ്യയിലായിരുന്നു. അതൊരു പക്ഷേ നമ്മുടെ ദുഃഖത്തിന് ഒരല്പം ഇളവ് വരുത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടത് കലാഭവൻ നവാസ് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി ചെറുപ്പക്കാർ മരണപ്പെട്ടു. GCCയിൽ ഉൾപ്പെടെ മലയാളികൾ മാത്രമായിട്ട് നോക്കിക്കണ്ട് സംസാരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. എന്നാലും മലയാളികളുടെ വിഷയം എന്ന നിലയ്ക്ക് ജിമ്മിൽ വർക്ക് ചെയ്ത ചെറുപ്പക്കാരനുൾപ്പെടെ മരണപ്പെട്ടു. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഒരു ക്രിക്കറ്റർ, വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ക്രിക്കറ്ററും കുഴഞ്ഞു വീണ് മരിച്ചു. എന്തു തന്നെ ആയാലും ഈ മരണകാരണങ്ങൾ കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഹൃദ്രോഗ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടു പോകുന്നത്. പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും വിയോജിക്കാം. ഹൃദ്രോഗം വന്നതിൽ ഒരല്പം സന്തോഷമുള്ള ആളാണ് ഞാൻ. കാര്യം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. എപ്പോഴും നമ്മൾ രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ പാരമ്പര്യ ഘടകങ്ങളെക്കുറിച്ച് പരിശോധിക്കാറുണ്ട്. ഉദാഹരണത്തിന് പ്രമേഹമുണ്ടെങ്കിൽ പറയും, എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പായ്ക്കും ഉമ്മായിക്കും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കുണ്ട്. എന്നാൽ നമ്മൾ പാരമ്പര്യമായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തെ ആരും ചൂണ്ടിക്കാണിക്കാറില്ല. 3 നേരം അരിഭക്ഷണം കഴിക്കുന്ന മലയാളികളാണ് നമ്മൾ. ഞാനിപ്പോൾ ഇല്ല കേട്ടോ. പക്ഷേ ഈ അരിഭക്ഷണം മാറ്റുന്നതിനെക്കുറിച്ച് ആരും ആലോചിക്കാറില്ല. വൈദ്യശാസ്ത്ര മേഖലയിലുള്ളവർ കർശനമായിട്ട് പറയുകയുമില്ല. ചോറ് കുറയ്ക്കണം, ചപ്പാത്തി കഴിക്കണം എന്നൊക്കെ പറയാറുള്ളൂ. ഞാൻ കർശനമായിട്ട് പറയും, നിങ്ങൾ ഈ അന്നജ ഭക്ഷണ സംസ്കാരം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്നത് മാത്രമേ ഇതിന് പോകും വഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള രോഗികൾ വർദ്ധിച്ചു കൊണ്ടുവരും. അത് രോഗങ്ങളെ നിങ്ങൾ പട്ടിക തിരിക്കണ്ട. പ്രമേഹമാവാം, ഫാറ്റി ലിവർ ആവാം, സ്ട്രോക്ക് ആവാം, ക്യാൻസർ ആവാം. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ വരും ദിവസം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം രോഗം ഏത് തന്നെ ആയാലും അതിൻ്റെ റൂട്ട് കോസ് ഏതാണോ അത് തിരുത്തി ചികിത്സിച്ചെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രതിഫലം കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ട കലാഭവൻ നവാസിന് മുമ്പ് നിരവധി സിനിമാ മേഖലയിലുള്ളവർ മരണപ്പെട്ട സമയത്തൊക്കെ ഞാൻ അത് അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചതാണ്. അവരുടെയൊക്കെ രോഗം മൂർച്ഛിക്കാനും ചെറുപ്രായത്തിൽ തന്നെ നഷ്ടപ്പെടാനും ഉണ്ടായ കാര്യം ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുമ്പം ഈ രോഗകാരണത്തെ തിരുത്താതുള്ള ചികിത്സയാണ്. ഞാൻ 9 വർഷമായി മരുന്നില്ലാതെ ജീവിക്കുക. മരുന്നില്ലാതെ ജീവിക്കുന്നതിൻ്റെ കാരണം മമ്മൂട്ടിയുടെ വാക്ക് കടമെടുത്ത് ശകലം തിരുത്തി പറഞ്ഞാൽ, ഭക്ഷണം ഔഷധമായിട്ട് കണ്ട് ചില ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നത് കൊണ്ടാണ് എനിക്ക് മരുന്ന് ഒഴിവാക്കാൻ പറ്റിയത്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കണം. അവർ കഴിക്കുന്ന മരുന്നിൻ്റെ എണ്ണം കൂടി വരികയാണ്. ഭീമമായ തുക ഹോസ്പിറ്റലിൽ ചെലവാക്കുകയാണ്. സാധാരണഗതിയിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ഭക്ഷണ സംസ്കാരം കൊണ്ടുവരുന്നത്. അടുത്ത സമയത്ത് ശ്രദ്ധേയമായും സങ്കടകരമായും തോന്നിയ ഒരു കാര്യം, അംഗനവാടികളിൽ ബിർണാണി കൊടുക്കാൻ തുടങ്ങി. കഴിഞ്ഞ കാലത്ത് കൊടുത്ത ഗോതമ്പിൻ്റെയും ചോളപ്പുട്ടിൻ്റെയും പ്രതിസന്ധി ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി അതുകൂടാതെ ബിർണാണിയും കൊടുക്കാൻ തുടങ്ങി. ഒരു 15 കൊല്ലം കഴിയുമ്പം റിസൾട്ട് വരും. ഇന്ന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം 1-ാം സ്ഥാനത്താണ് പ്രമേഹത്തിനുള്ളത്. ഈ എണ്ണം കൂടി വരുമ്പോഴത്തേക്ക് ബാക്കി എല്ലാ രോഗങ്ങളുടെയും
രോഗങ്ങളുടെയും കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് കേരളം മാറും. ആരോഗ്യ മേഖലയിൽ കൃത്യമായിട്ട് ഒരു പൊളിച്ചുപണി ഇതിനകത്ത് നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും, കണ്ണീര് കുടിക്കേണ്ടി വരും. ചുറ്റുമുള്ള ക്യാൻസർ രോഗികളെ നിങ്ങൾ നിരീക്ഷിക്കണം, കിഡ്നി രോഗികളെ നിങ്ങൾ നിരീക്ഷിക്കണം. കഴിഞ്ഞ ദിവസം പുതിയകാവിലുള്ള ഒരു സുഹൃത്ത് മരണപ്പെട്ടു. മരണവാർത്ത അറിഞ്ഞുകൊണ്ട് വിളിച്ചന്വേഷിച്ചപ്പം കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കുടുംബത്തിനുണ്ടായ നഷ്ടം, സാമ്പത്തിക നഷ്ടം എത്രത്തോളം വലുതാണ്? ചികിത്സിക്കാത്തത് കൊണ്ടാണോ? അപ്പം രോഗം വരുന്നതിന് മുമ്പ് തന്നെ കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും അത് തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എവിടെ വേണമെങ്കിലും തെളിയിക്കാനും ശാസ്ത്രീയമായ തെളിവുകൾക്കും പഠനങ്ങൾക്കും വേണ്ടി നിന്നുകൊടുക്കാനും ഞാൻ തയ്യാറാണ്, നിബന്ധനകൾക്ക് വിധേയമായിട്ട്. എൻ്റെ സമൂഹത്തിന് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അന്വേഷിച്ചിടത്തോളം തിരുവനന്തപുരത്ത് SUT-യിൽ ഈ വിഷയങ്ങൾ ഗവേഷണം നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ കീറ്റോ കാർണിവർ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരെ അവിടെ അടുപ്പിക്കത്തില്ല. കാരണം മരുന്ന് കച്ചവടത്തിന് യാതൊരു വഴിയുമില്ല. മരുന്ന് കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഏത് പഠനമാണോ അതവർ സഹകരിക്കും. നാട്ടിൽ വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ സ്റ്റോറുകളെയും ഹോസ്പിറ്റൽ സംവിധാനങ്ങളെയും കുറിച്ച് നിങ്ങൾ വിലയിരുത്തണം. ഞാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് എതിരല്ല, പതിവ് പോലെ വീണ്ടും എടുത്ത് പറയുകയാണ്. പക്ഷെ നമുക്ക് ഗുണം കിട്ടണം, രോഗികളുടെ എണ്ണം കുറയ്ക്കണം. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പുരോഗതിയായി കാണുന്നത് എന്താണെന്നറിയോ? ഇപ്പം അവസാനം കണ്ടത് ലേസർ വഴി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുമെന്നാണ്, ബ്ലോക്ക് മാറ്റാൻ പറ്റുമെന്നാണ്. പക്ഷേ രോഗികളുടെ എണ്ണം കുറയുന്നില്ല. ചികിത്സാ സംവിധാനങ്ങളെ ഒരുപക്ഷെ കുറച്ചുകൂടി എളുപ്പമാകുന്നു എന്നുള്ളതേ ഉള്ളൂ. പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് വീട്ടിൽ ആംബുലൻസും ഡോക്ടറൂടെ വന്ന് നമ്മളെ കൊണ്ടുപോകും. അതൊക്കെയാണ് പുരോഗതി. രോഗികളുടെ എണ്ണം ഒരു കാരണവശാലും ഒരു രോഗത്തിൻ്റെയും കുറയ്ക്കാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായ കാരണം എന്തുകൊണ്ട് രോഗം വരുന്നോ ആ കാരണത്തെ തിരുത്താതുള്ള ചികിത്സയാണ്. ഭക്ഷണ സംസ്കാരം ഉടച്ചു വാർത്തെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ആവർത്തിച്ച് പറയുകയാണ്, എൻ്റെ എല്ലാ റിസൾട്ടുകളും എവിടെയും ഞാൻ കാണിക്കാം. പിന്നെ മരണത്തെയും ജനനത്തെയും കുറിച്ച് ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാം. ഒരാൾ എപ്പോൾ ജനിക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ കൃത്യസമയത്ത് പ്രസവം നടക്കണമെങ്കിൽ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ഒന്നുകിൽ അതിനുള്ള മെഡിസിൻ കൊടുക്കേണ്ടി വരും, ഇല്ലെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും. ഇനി ഒരാൾ എപ്പോൾ മരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് പറയണമെങ്കിൽ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ചിലപ്പോൾ വെടിവെച്ചോ കുത്തിയോ കൊല്ലട്ടോ വരും. കുത്തി കൊന്നാലും വെടിവെച്ച് കൊന്നാലും ഈ എക്സാക്റ്റ് ടൈമിൽ മരിപ്പിക്കാൻ പറ്റത്തില്ല. അത് ശാസ്ത്രീയമായിട്ടും വിശ്വാസപരമായിട്ടും കൂട്ടിയിണക്കിയിട്ട് നിങ്ങൾ അതിനെ വായിക്കണം, ഞാൻ ഈ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത്. പക്ഷേ ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്നും അവസ്ഥയിൽ നിന്നും നമുക്ക് മോചിക്കണമെങ്കിൽ പൊളിച്ചെഴുത്ത് ഭക്ഷണ സംസ്കാരത്തിൽ തീർത്തും ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഫോളോ ചെയ്യുന്ന ഡയറ്റ് കീറ്റോ കാർണിവറാണ്. കീറ്റോ ഡയറ്റിനെക്കാട്ടി പ്രോപ്പർ ഹ്യൂമൻ ഡയറ്റാണ്. ഇതിന് ഒരുപാട് തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. പണ്ടുള്ളവർ അരി ഭക്ഷണം കഴിച്ചിരുന്നു, ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കാൻ സാധിക്കും, ഒരു തർക്കവുമില്ല. പക്ഷേ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. ഈ അറിവ് മറ്റുള്ളവരുടെ അറിവിലേക്കായി നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീണ്ടും സമാനമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.